നമസ്കാരം, ഉമാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ വിഭവമായ കുൽച്ചയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ഞാനിത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പോണു. ഇതിന്റെ കോമ്പിനേഷനായിട്ട് ഒരു സ്പെഷ്യൽ തക്കാളി തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. കുൽച്ചയ്ക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് നോക്കാം. ഗോതമ്പ് പൊടി 1/2 കിലോ, ഇളം ചൂടുള്ള പാല് കുഴയ്ക്കാൻ ആവശ്യത്തിന്, പുളിക്കാത്ത തൈര് 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എള്ള് ആവശ്യത്തിന്, കസൂരി മേത്തി ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, വെണ്ണ പുരട്ടാൻ ആവശ്യത്തിന്. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിക്കാത്ത കട്ടി തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുള്ള പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് പൊതിഞ്ഞ് 2 മണിക്കൂർ മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ സ്പെഷ്യൽ തക്കാളി തേങ്ങാപ്പാൽ കറി ഉണ്ടാക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി 3 എണ്ണം, സവാള 2 എണ്ണം വലുത്, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 1 തേങ്ങയുടെ 1/4 പാലും 2/2 പാലും കൂടി ഒരുമിച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, ജീരകം 1 ടീസ്പൂൺ, ഓയിൽ 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, മല്ലിയില കുറച്ച് അരിഞ്ഞു വെച്ചത്. നമ്മുടെ കറി സ്പെഷ്യൽ ആവാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ആദ്യം നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ജീരകം ചേർത്ത് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് അതിനുശേഷം പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർക്കുക. ഇനി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി വഴന്നു വരുമ്പോൾ
അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് ഇളക്കുക. തീ കുറച്ച് വെച്ച് തേങ്ങാപ്പാലിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുക. ഇനി തീ കൂട്ടി നന്നായി തിളപ്പിക്കുക. തിളച്ച് കുറുകി വറ്റുമ്പോൾ ബാക്കി പാലിൽ കുറച്ച് ചേർക്കുക. അതും കുറുകി വരുമ്പോൾ ബാക്കി പാലും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യുക. കുറച്ച് മല്ലിയില ഇടുക. നമ്മുടെ സ്പെഷ്യൽ കറി റെഡിയായി. ഇനി നമുക്ക് കുൽച്ച ചുട്ടെടുക്കാം. 2 മണിക്കൂർ മാറ്റി വെച്ച മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് കുറച്ച് വലിപ്പമുള്ള ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കുക. കുറച്ച് പൊടി തൂവി കൊടുത്ത് കനത്തിൽ നീട്ടി പരത്താം. അതിൻ്റെ മീതെ കുറച്ച് എള്ളും കുറേശ്ശെ കസൂരി മേത്തിയും വിതറി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ചൂടായ തവയിൽ ഇത്തിരി വെള്ളം തെളിച്ച് മാവ് പരത്തിയത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ വെണ്ണ കുറേശ്ശെ പുരട്ടി കൊടുക്കുക. തവയിൽ നമ്മൾ വെള്ളം തളിക്കുന്നത് ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായി കുമിള പൊന്തി വരുമ്പോൾ മറിച്ചിട്ട് മറുഭാഗത്തും കുറച്ച് ബട്ടർ പുരട്ടി ചുട്ടെടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഗോതമ്പ് കുൽച്ചയ്ക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ് സ്പെഷ്യൽ തക്കാളി തേങ്ങാപ്പാൽ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.